ജിഹാദി ശക്തികളുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും നാം കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ആൾക്കൂട്ട വിചാരണ. ആ ആൾക്കൂട്ട വിചാരണ ഇപ്പോൾ വയനാട്ടിലും ഉണ്ടായിരിക്കുന്നു. അതിന് ഇരയായിരിക്കുന്നത് ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരന്റെ വീട്ടിൽ കയറി SDPI പ്രവർത്തകർ ആക്രമിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം കിണറ്റിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഹിന്ദു സംഘടനകൾ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് ആത്മഹത്യയാണെന്നാണ്. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഭീകരവാദികളുടെ ഇത്രയും നാൾ നമ്മൾ മനസ്സാക്കിയുള്ള പ്രവർത്തനം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വെറും ക്രിയ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആദ്യമേ തന്നെ വലിയ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു ഭീകര അന്തരീക്ഷം. ആ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ആൾക്കാരെ മുഴുവൻ ഭയപ്പെടുന്ന സമയത്ത് പിന്നീടാണ് ഒരു ആക്ഷൻ. അതാണ് കണ്ടുവരുന്നത്. ആ ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഒരുമിച്ച് കൂടി വീട് കയറി ആക്രമിക്കുക. ഇതെല്ലാം അത് ആദ്യം തുടങ്ങിയത് മനുഷ്യനിൽ നിന്നല്ല, ആദ്യം മൃഗങ്ങളിൽ കൂടിയിട്ട് അത് ചെയ്തു. പട്ടി ആരാണെന്നറിയാതെ പട്ടികൾ ധാരാളം കഴുത്തിട്ട് വീഴുന്ന കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടു. അതായത് ജന്തുക്കളെ നേരിടെ പന്നിയുടെ നേരെ ഉണ്ടായിട്ടുണ്ട്, പട്ടികളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, എന്തൊരു പശുവിൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. ഈ വിധത്തിലെല്ലാം ആദ്യം ചെയ്യും. പിന്നീടാണ് മനുഷ്യന് നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ, ആരാണോ ഭീകരവാദത്തെ എതിർക്കുന്നത് ആ ആളുകളുടെ നേരെയാണ് ആദ്യം നടത്തുക. പിന്നെ അവരുടെ പ്രതിയോഗികൾ ആരൊക്കെയാണോ അവരുടെ നേരെ മുഴുവൻ നടത്തും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീകരവാദികൾ എന്ന് പറയപ്പെടുന്നവരുണ്ടല്ലോ, പറയപ്പെടുന്ന ഭീകരവാദികൾ റിപ്പോർട്ട് മനസ്സിലാക്കുമ്പോൾ അതാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് കാണുന്നത് ഭീകരവാദികൾ തന്നെയാണ്. 25ഓളം പേരാണ് രാമൻകുട്ടി എന്നുള്ള പേരുള്ള പോലീസുകാരൻ്റെ വീട് ആക്രമിച്ചത്. വീട് വളഞ്ഞു. അതിന് കാരണം എന്താ? കാരണം വളരെ വളരെ നിസ്സാരമായിരിക്കും, നിസ്സാര കാര്യം. കാരണം പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പിടിക്കുക. കാരണം പെൺകുട്ടികളോട് സംസാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിലും വലിയ ക്രൂരമായുള്ള കൃത്യങ്ങൾ ചെയ്യുന്നു ഈ ഭീകരവാദിയിൽപ്പെട്ട ആൾക്കാർ. വളരെ ക്രൂരമായുള്ള കാര്യങ്ങളാണല്ലോ ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികളുടെ നേരെ ജിഹാദികൾ ലവ് ജിഹാദിൽ പെടുത്തി അവരോട് കാണിക്കുന്നത്. ഇവിടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്തയച്ചിട്ട് അവിടെയും വിൽപ്പന ചരക്കുകളാക്കി മാറ്റുന്നു. ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യനോ പ്രതികരിക്കാറുണ്ടോ? ഇല്ല. ഇവർക്കതിനെ പ്രതിരോധിക്കാൻ അറിയാം, അതുകൊണ്ടായിരിക്കും. മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇടതും വലതും ഇതിനനുകൂലിക്കുന്നു. ഇവർ ചെയ്യുന്നതിന് വോട്ടാണ് ഇവർക്ക് ആവശ്യം. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഇതേ തീവ്രവാദികളോ ആയിട്ടുള്ള ആൾക്കാർ ഈ പോലീസുകാരനുള്ള ആളെ ആക്രമിച്ചു. അതും ഭീകരാന്തരീക്ഷ കിണറ്റിൽ കെട്ടി താഴെ കല്ല് കെട്ടിയിട്ടു. കല്ല് കെട്ടിയിട്ട കിണറിൽ എങ്ങനെയാണ് ആത്മഹത്യ എന്നത്? കരുത്ത് കെട്ടിയിട്ട് ചാടിയോ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സ്വയമായിട്ട് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ കണക്കാർ ഇവർ ചോദിക്കും നിങ്ങൾ ചാടി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് കൊലപാതകം തന്നെയായിരിക്കും. ഈ സ്ഥലം എങ്ങനെയുള്ളതാണെന്നും കൂടി അന്വേഷിക്കണം. ആരാണ് ആക്രമിക്കാൻ വന്നതോ? എല്ലാ രംഗങ്ങളിലും ഇത്തരം ഭീകരവാദികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. സ്വാഭാവികമായും അക്രമികളുടെ കൂട്ടത്തിൽ ഇതേ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അവർ വിലക്കിയെടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്തും ഭീകരവാദികൾ എല്ലാ രംഗത്തേക്കും കയറിക്കഴിഞ്ഞു എന്നുള്ളത് കൂടി ഇതിൽ മനസ്സിലാക്കണം. കുറേ നാളുകളായിട്ട് പലരും പറയുന്നതാണ് പോലീസിൻ്റെ അകത്ത് ഭീകരവാദികളുണ്ട്, പച്ച വെളിച്ചം, അവർ ഒരുമിച്ച് കൂടുന്നുണ്ട്, ഒരുമിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അവരെ ബാധിക്കുന്നതാണെങ്കിൽ അവരെ നേരെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്, അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഏതായാലും രാജ്യവിരുദ്ധത എല്ലാ രംഗത്തും നടപ്പിലാക്കുന്നു, പോലീസ് വിഭാഗത്തിലടക്കം എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് വേണം ഇതിനെല്ലാം കാണാൻ. ഹിന്ദുവിന് രക്ഷയില്ലാത്തൊരവസ്ഥ. അതിൽ രാഷ്ട്രീയമുണ്ടോ? രാമൻകുട്ടി ഏത് രാഷ്ട്രീയക്കാരൻ അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ. അത് പോലീസുകാരനാണ്. ഏതായാലും ശരി, അയാൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വന്നത്, അത് ഉറപ്പാണ്. അപ്പം ആ ഹിന്ദു ആയിരിക്കുന്ന രാമൻകുട്ടിയെ അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, രാഷ്ട്രീയ വിശ്വാസിയാണെങ്കിലും, പരസ്യമായിട്ട് രാഷ്ട്രീയക്കാരനാകാൻ വഴിയില്ല. ഇതിലേക്ക് അതിനുള്ളിലൊരു വിശ്വാസം ഉണ്ടാവും. ഏതായാലും അത്
ഭീകരവാദത്തിന് അനുകൂലിക്കുന്ന വിശ്വാസമായിരിക്കില്ല. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഹിന്ദുക്കളെ അതിപ്പം പറഞ്ഞുകൊണ്ടുവരാണ് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണ്. ഇന്നൊരു രാമൻകുട്ടി, നാളെ അപ്പുറത്ത് വേറെ പല പേരിലുള്ള നിരവധി ആൾക്കാരെ, അല്ല കമ്മ്യൂണിസ്റ്റുകാരനാകും, കോൺഗ്രസ്സുകാരനാകും, BJP-കാരനാകും, SP-കാരനാകും, ഏത് P-കാരനാണെങ്കിലും ശരി, അവർക്കെല്ലാം ഇത് സംഭവിക്കാൻ പോകുക എന്നുള്ളത് കൂടിയിട്ടാണ് വിരൽ ചൂണ്ടുന്നതിലേക്ക്. അതുകൊണ്ട് പോലീസുകാർ ഭയന്നിട്ടാണ് അയാൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാത്തത്, ഇവർക്ക് അനുകൂലമായിട്ടും. ഇനി അവിടെയുള്ള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആ ഭാഗത്തുള്ള ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം വെളിയിൽ വരുന്ന സമയത്താണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ. ഏതായാലും ഇതിൽ അനുമാനിക്കേണ്ടത് ആ പ്രക്രിയ കണ്ടിട്ട്, ആ കെട്ടിത്താഴ്ത്തിയത് കണ്ടാൽ, ഇതെല്ലാം അറിയുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത്, അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കൊലപാതകമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവം, ഇതിന് നേതൃത്വം നൽകിയത് ഒരു DYSPയുടെ ഓഫീസിലെ ഒരു പോലീസുകാരനാണ്. ഫൈസൽ എന്ന് പറഞ്ഞ പോലീസുകാരനാണ് നേതൃത്വം നൽകുന്നത്. ഫൈസലാണ്. അപ്പം ഫൈസൽ ആണ്, മറ്റേ രാമൻകുട്ടിയാണ്. ഇത് രണ്ടും ഉണ്ട്. അപ്പം ഫൈസൽ പച്ചവെളുത്തപ്പെട്ട ആളായിരിക്കണമല്ലോ, ആണ് എന്ന് തന്നെ തറപ്പിച്ച് പറയേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഫൈസൽമാർ ഇഷ്ടം പോലെയുണ്ട്. SDPI പ്രവർത്തകരോടൊപ്പം തന്നെ വളരുന്നവനായിരിക്കും. പകല് പോലീസ് സ്റ്റേഷനിലെ ന്യൂസുകൾ മുഴുവൻ ചോർത്തി ഇവർക്ക് കൊടുക്കുന്നതും രാത്രിയാകുമ്പം ഇവരോടൊപ്പം നിൽക്കുന്നതുമായിട്ടുള്ള പതിവുള്ള ആയിരിക്കല്ലോ. അപ്പം ഏത് പോലീസ്, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, ഏത് പോലീസാണെങ്കിലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും, ഏത് ജോലിക്കാരനാണെങ്കിലും, അതുകൊണ്ടല്ലേ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തും ഇവർക്ക് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്. അവരൊരുമിച്ച് കൂടുന്നു, അവർക്ക് നിസ്കരിക്കാനുള്ള ഏർപ്പാടുണ്ട്, അവർക്ക് ഫയൽ മാറ്റാനുള്ള ഏർപ്പാടുണ്ട്. ആദ്യം തന്നെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നേരത്തെ കാലേക്കൂട്ടി അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പദ്ധതി ആവിഷ്കരിക്കാനുള്ളതുണ്ട്, ലാൻഡ് വാങ്ങിച്ചു കൂട്ടാനുള്ള ഏർപ്പാടുകളുണ്ട്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവരെല്ലാ രംഗത്തും ശക്തിയെ ആർജിച്ചിട്ടുണ്ടെന്നതിന് തെളിവല്ലേ അത്. എല്ലാ രംഗത്തും അവർക്കുണ്ട്. ഏത് രേഖകളും ചോർത്താനുള്ള അവസരം ഒരുക്കാൻ അവർക്ക് ആളുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പം നമ്മൾ വെറും ഒരു കൊലപാതകം മാത്രമല്ല, ഇതിൽ ഏതിനെയും അതിജീവിക്കാനും ഏത് കാര്യങ്ങളും ചോർത്താനും, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏത് ഭരണം വന്നാലും ആ ഭരണത്തിൽ പങ്കാളികളാകാനും, ചിന്ത, വ്യക്തിയല്ല അവരുടെ ചിന്തയാണ്, അവരുടെ ആശയം, ആ ആശയം അതിൽ കൂടി കടത്തിവിടാനും സാധിക്കും. ഞാൻ അടുത്ത ദിവസം, എല്ലാവരും കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലെല്ലാം, ഒരു സ്ഥലത്ത് നോമിനേഷൻ കൊടുക്കുന്നു, ഇവിടുത്തെ ഒരു പാർട്ടി കൊടുക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ ഒരു പ്രകടനമുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ആണ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ആ പ്രകടനത്തിൽ എല്ലാവരും മൂടുപടമിട്ട, കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന സ്ത്രീകളുടെ ഒരു വലിയ നിരയാണ്. വളരെ അച്ചടക്കത്തോടുകൂടിയിട്ടാണ് പറയുമ്പോൾ പോണത്. അതിൽ വിളിച്ചുകൊണ്ടുപോകണ മുദ്രാവാക്യം കോൺഗ്രസിന് വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല. അതാണ് ഏറ്റവും രസം. ഏറ്റവും പിന്നിലായിട്ട് ഇതൊന്നും ഇടാത്ത അതിൽ സ്ത്രീകളില്ലേ ഇല്ല, ഒരു 4-5 പുരുഷന്മാർ വേറെയുണ്ട്. അപ്പം ഇതാണ് ഓരോ സ്ഥലത്തെ അവസ്ഥ. നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ആരൊക്കെ സുഖിപ്പിച്ചുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കുന്നത്. ഈ പാർട്ടിക്ക് ആരുടെയൊക്കെ പിന്തുണയാണുള്ളത്. അങ്ങനെ പിന്തുണ കിട്ടാൻ വേണ്ടി ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന് വെള്ള പൂശുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ, പാകിസ്ഥാൻ വിഭജനം നടക്കാനുണ്ടായ കാരണം എന്താണോ അതേ കാലത്തെ അതേ കാരണം ആണ് വീണ്ടും വരാൻ പോണത്. നമ്മൾ ഓർക്കേണ്ടതാ. മലപ്പുറം ജില്ല എങ്ങനെ വന്നു, ആ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് മുമ്പ്. വയനാടും അതിൻ്റെ ഭാഗം തന്നെ ആയിരുന്നല്ലോ ആ പ്രദേശമൊക്കെ പെടുന്നത്. വയനാട്ടിൽ ആരാണ് ഇപ്പോഴത്തെ MP, ഏത് നിയോജകമണ്ഡലത്തിലാണ് വയനാട് വരുന്നത്, ഇതെല്ലാം വയനാടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നോക്കേണ്ടതാ. ഇനി അങ്ങനെ അവിടെ സത്യാവസ്ഥ തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവർ രക്ഷിക്കാൻ പോവുക? പോരാത്ത തെരഞ്ഞെടുപ്പാണ് ഇപ്പം. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഫൈസലിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടും, രക്ഷിക്കുന്നവർക്ക്. അത് സംഭവിക്കാമല്ലോ. അപ്പം മത്സരമായിരിക്കും ഈ ഭീകരവാദികളെ സംരക്ഷിക്കാൻ
ഈ പ്രദേശത്ത് നടക്കാൻ പോകുന്നത്. ഇത് എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ആ പ്രദേശത്ത് മുഴുവൻ അങ്ങനെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ SFIയുടെ കൊലപാതകമായിട്ട് മഹാരാജാസ് കോളേജിൽ നടന്നിരുന്നത് ആരാ കൊന്നത്? കൊന്നിരുന്ന ഭീകരവാദികളാണ്. പക്ഷേ ആ അഭിമന്യുവിൻ്റെ അമ്മ ഇപ്പോഴും എന്താ പറയുന്നത്, ഞങ്ങളെ പാർട്ടി വേണ്ട രീതിയിലുള്ള നടപടി എടുത്തില്ല. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിച്ചുപോയി. അയാൾ ഇതിനെ ചെറുക്കാൻ ഉണ്ടായിരുന്ന മനസ്ഥിതിയിലെ ആളായിരുന്നു. അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അതാണ് ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കാനും ഇവരെ പരിപോഷിപ്പിക്കാനുള്ള ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.